നമസ്കാരം. പ്രധാന വാർത്തകൾ. കെ.സി. വേണുഗോപാൽ കരിമണൽ മാഫിയയുടെ ബിനാമി. ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ബി.ജെ.പിയിൽ ചേർന്നില്ലെങ്കിൽ ഇ.ഡിയെ ഉപയോഗിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അതിഷി മർലേന. പി.എ. മുഹമ്മദ് റിയാസ് ചട്ടലംഘനം നടത്തിയെന്ന് പരാതി. വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വാർത്തകൾ വിശദമായി. കെ.സി. വേണുഗോപാലിന്റെ പരാതിയിൽ ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ക്രിമിനൽ കേസാണ് ഫയൽ ചെയ്തത്. കെ.സി. വേണുഗോപാലിന് വേണ്ടി മാത്യു കുഴൽനാടൻ ഹാജരായി. 2004 രാജസ്ഥാനിലെ അന്നത്തെ ഖനിമന്ത്രിയുമായി ചേർന്ന് കെ.സി. വേണുഗോപാലിന് ബിനാമി ഇടപാടുണ്ടായെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. രാജസ്ഥാനിലെ മുൻ മൈനിംഗ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രി കിഷോറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. കിഷോറാം ഓലയും കെ.സി. വേണുഗോപാലും ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു. കിഷോറാം ഓലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമി പേരിൽ കെ.സി. വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ട്. അതിൽ ഉൾപ്പെട്ട ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത. കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോറാം ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തതെന്നും ശോഭ ആരോപിച്ചിരുന്നു. ഓപ്പറേഷൻ ലോട്ടസ് ആരോപണം ആവർത്തിച്ച് ആം ആദ്മി പാർട്ടി. ബി.ജെ.പിയിൽ ചേർന്നില്ലെങ്കിൽ ഇ.ഡിയെ ഉപയോഗിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞതായി ഡൽഹി മന്ത്രി അതിഷിയുടെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മന്ത്രി സൗരഭ ദ്വാരാജിനെയും ദുർഗേഷ് പത്കനെയും രാഘവ് ചന്ദയെയും ജയിലിൽ അടയ്ക്കാനാണ് ബി.ജെ.പിയുടെ പദ്ധതിയെന്നും അതിഷി. മദ്യനയ അഴിമതി കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിനെ CBI കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ ബി.ജെ.പി വീണ്ടും ഓപ്പറേഷൻ താമര ആരംഭിച്ചതായാണ് പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നത്. ഇന്നലെ ഡൽഹി നിയമസഭയിൽ ആം ആദ്മി MLA ഋതുരാജ് ഷാ പാർട്ടിയിൽ ചേരാൻ ബി.ജെ.പി 25 കോടി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഇന്ന് അതിഷിയും വെളിപ്പെടുത്തൽ നടത്തിയത്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന ആരോപണത്തിൽ പൊതുമരാമത്ത് മന്ത്രി P.A. മുഹമ്മദ് റിയാസിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. UDF നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. P.A. മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. ക്രിമിനൽ കുറ്റം ഉൾപ്പെടെ ചുമത്തി LDF സ്ഥാനാർത്ഥി എളമരം കരീമിനെതിരെയും നടപടി എടുക്കണമെന്ന് UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി ക്യാമറാമാന്റെ കയ്യിൽ നിന്ന് വീഡിയോ ദൃശ്യങ്ങൾ ബലമായി നീക്കം ചെയ്തു. ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്ന് UDF കോഴിക്കോട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ PM നിയാസ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം പങ്കെടുത്ത പരിപാടിയിലെ പ്രസംഗമാണ് പരാതിക്ക് അടിസ്ഥാനം. മന്ത്രിയുടെ പ്രസംഗം ചിത്രീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫറെ എളമരം കരീം തടഞ്ഞതായും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും പരാതിയിൽ പറയുന്നു. പ്രസംഗത്തിനിടെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം കോഴിക്കോട് ഉണ്ടാകുമെന്ന് പറഞ്ഞെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മന്ത്രി പദ്ധതി പ്രഖ്യാപനം നടത്തിയെന്നുമാണ് പരാതി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.